ഇന്ന് യൂത്ത് വിങ്ങാണ് ഏറ്റവും വലിയ 10-12 രൂപയായി. അദ്ദേഹമായിരുന്നു ഈ മേള ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത്. നാടിൻ്റെ നന്മയ്ക്ക് നമ്മുടെ ബഹുമാനായ MLA മാണി കാപ്പൻ ഭദ്രദീപം തെളിച്ച ശ്രീ സെബാസ്റ്റ്യൻ പുളക്കൽ MLA, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷാജി യുവ സുഹൃത്തുക്കൾ നടത്തുന്ന ഈ നല്ല കാൽവയ്പിന് ജനങ്ങൾക്ക് സേവനവും ഏറ്റവും മികച്ച ഭക്ഷ്യവിഭവങ്ങളും ഒരുക്കുകയും വ്യാപാര രംഗത്തിനാകെ ഉണർവ് പകരുകയും അതോടൊപ്പം വട്ടചട്ടങ്ങൾ കൂട്ടുന്ന ഈ ഘട്ടത്തിൽ അതിനെല്ലാം ഏറ്റവും ഉണർവും ഉത്തേജനവും ആവേശവും പകരുന്ന ഒന്നായി വരും ദിവസങ്ങളിൽ ഈ ഫുഡ് ഫെസ്റ്റ് മാറട്ടെ. ആ ഡയറക്റ്റ് സെർവിങ്ങിലൂടെ അങ്ങനെ സെർവ് ചെയ്ത് കിട്ടുന്ന ആ ആഹാരത്തിന്റെ യും ചെയ്യേണ്ടത് നമുക്ക് എല്ലാ തരത്തിലും ഒരു കൂടി കുറിച്ചു കടന്നുകൊണ്ട് നമ്മുടെ ഓപ്പൺ മാർക്കറ്റുകൾ ഡയറക്റ്റ് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് പുളിമൂട്ടിൽ സെൽസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ശ്രീ ചാക്കോ പുളിമൂട്ടിൽ എത്തിയിട്ടുണ്ടാവും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വിശ്വാസ് ഫുഡ്സിനെ പ്രതിനിധീകരിച്ച് സോണി ഏർത്ത് അദ്ദേഹത്തെ പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്യുന്നു. KVVS പാറ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ VC ജോസഫ് അവരുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട VC ചേട്ടനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KVVS പാറ യൂണിറ്റിന്റെ ട്രഷറർ പ്രിയ ബഹുമാനപ്പെട്ട ജോസ് ചെറുവള്ളി ചേട്ടനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPIM ബിനീഷ് ചോണ്ടച്ചേരിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുറകിലായിട്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് മുന്നോട്ട് കടന്നിരിക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. Good evening everyone. പാലാ ഫുഡ് ഫെസ്റ്റ് 2024 ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഒരുപാട് വെറൈറ്റികളും ഉദ്ഘാടന സമ്മേളനം വൈകുന്നത് ശേഷിയുമാണ്, കാര്യനിർവഹണ ശേഷിയുമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ജോൺ മൈക്കിൾ ദർശന, അദ്ദേഹത്തിനെ നമ്മൾ യൂത്ത് വിങ്ങിന്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുന്നു. പാലാ അദ്ദേഹത്തിനെ ക്ഷണിക്കുവാനായിട്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് സുപരിചിതമാണ്. സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സജീവമായ സഹകരണം നമുക്ക് തോമസ് പീറ്റർ അവറുകൾ മുതൽ നമുക്ക് നിരവധി കൗൺസിലേഴ്സ് ഉണ്ട്. അതൊക്കെ കൂടാതെ നമ്മുടെ ഉത്സവം തന്നെ ജൂബിലി പെരുന്നാളിനെ പറ്റി പറയാം. ജാതിമത ഭേദമന്യേ വർണ്ണഭേദമന്യേ ഏവരും ഒന്നിച്ചു ചേരുന്ന ഒന്നിച്ചാഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ജൂബിലി പെരുന്നാൾ. ആ ജൂബിലി പെരുന്നാളിനോടനുബന്ധിച്ച് ഇത്തരം ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്താൻ ഉള്ള തീരുമാനം വ്യാപാരി വ്യവസായി യുവജന വിഭാഗം എടുത്ത തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പാലായിലെ വ്യാപാരി വ്യവസായി യുവജന വേദി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഏതൊരു പ്രസ്ഥാനം ഏറ്റെടുത്താലും അതിനോട് 100% ആത്മാർത്ഥതയോടെ അത് പ്രവൃത്തിയിലാക്കുന്ന ഒരു പറ്റം ആവേശമുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. നിങ്ങളെടുത്ത ഈ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഫുഡ് ഫെസ്റ്റ് പാലാക്കാർക്ക് നല്ല ഭക്ഷണം കഴിക്കാനും ഇനിയും ഭാവിയിൽ
അടുത്ത വർഷവും ജൂബിലി നടക്കുമ്പോൾ ഈ ഫുഡ് ഫെസ്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സംഭവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടുതലൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ ഫുഡ് ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കാത്തിരിക്കുന്ന പുതുവത്സരം, അങ്ങനെ എല്ലാം കൊണ്ടും ആഘോഷത്തിൻ്റെയും ജീവിതത്തിന് നിറം പകർത്തുന്ന സന്തോഷത്തിൻ്റെയും ഒരു സുദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനേറെ മാറ്റുകൂട്ടാനും രുചിയുടെ ലോകത്ത് നമ്മെ ഒരുപാട് ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താനും ഉപകരിക്കുന്ന രുചിയുടെ വൈവിധ്യങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് ഏതാണ്ട് 10-30 സ്റ്റാളുകളോളം ക്രമീകരിച്ച് എല്ലാത്തരം ഭക്ഷ്യവിഭവങ്ങളുടെയും രുചിഭേദങ്ങൾ ആസ്വദിക്കാൻ പാലായിലും പൂഞ്ഞാറിലും കടുത്തുരുത്തി പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആഹാര സാധനങ്ങൾ നമ്മളൊരു ഫോൺ വിളിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓൺലൈൻ ബുക്കിങ്ങിൽ നമ്മൾ നേരിട്ട് പാചകം ചെയ്യുന്ന തരത്തിലും വീട്ടിലെത്തി എനിക്ക് തോന്നുന്ന ഈ ഏറ്റവും വിഭവ സമൃദ്ധമായ എല്ലാത്തരം ഭക്ഷണങ്ങളും ഒരേ വേദിയിൽ ലഭിക്കുന്ന അങ്ങനെയുള്ള ഒരു ചെറിയ പ്രതിസന്ധി കുറച്ച് ആളുകളെങ്കിലും അഭിമുഖീകരിക്കുമെന്നുള്ളത് കൂടി ആശംസിച്ചുകൊണ്ട് ഫുഡ് ഫെസ്റ്റിന് എല്ലാ ഭാവുകങ്ങളും ഈ മഹത്തായ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് പാലായുടെ പ്രിയങ്കര MLA ശ്രീ മാണി സി കാപ്പൻ, ചെയർമാൻ ശ്രീ താജുബി പുത്തൻ, നമ്മുടെ പാലായുടെ തന്നെ വ്യാപാരികളുടെ ബ്രാൻഡായ ശ്രീ ടോവിൻ കെ അലക്സ്, ശ്രീ ജോസൂട്ടി പൂവേലി, ശ്രീ അനൂപ് ജോർജ്, ശ്രീ ബിജോയ് വി ജോർജ്, ശ്രീ വിൻസെന്റ് ജോസ്, വെള്ളയാപ്പള്ളി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ ഫെഡറൽ ബാങ്കിനെ പ്രതിനിധീകരിക്കും. പാലാ ഫുഡ് ഫെസ്റ്റ് 2024 ഇവിടെ തുടക്കം കുറിച്ചു. ഞാൻ സ്റ്റാളിന്റെ ബൈജു എന്നോട് പറഞ്ഞു, മൈക്കിൽ കൂടെ പറഞ്ഞേച്ചാൽ മതി, സ്റ്റാളിൽ നാടമുറിക്ക് നടക്കുകയില്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഞങ്ങളുടെ വ്യാപാര മേഖലയിൽ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ തൊഴിലുകൾ കീഴടക്കിയിരിക്കുന്ന സാഹചര്യം, റീറ്റെയിൽ മേഖലയിൽ വ്യാപാരം കുറഞ്ഞു വരികയാണ്. ആ സാഹചര്യത്തില് ഇതുപോലെയുള്ള ഫെസ്റ്റുകൾ ഈ